വാക്കുകൾക്കും മുഖവുരകൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറം പർവ്വത സമാനമായ ഒരു വ്യക്തിത്വമായിരുന്നു സഖാവ് പുഷ്പൻ്റേത്. കരുത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ആൾരൂപമായ ഒരു മനുഷ്യൻ. 10-15 വർഷങ്ങൾക്ക് മുൻപ് ഒരഭിമുഖത്തിൽ പുഷ്പൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പ്രമുഖരായ ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അടുക്കെ വരികയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്, ഇപ്പോൾ നിരാശ തോന്നുന്നുണ്ടോ എന്ന ചോദ്യം. പുഷ്പൻ മറുപടി പറഞ്ഞത് ഒരു നിരാശയുമില്ല എന്നാണ്. പിന്നീട് അവരാരും ആ വഴി വന്നിട്ടുമില്ല. ആ അഭിമുഖത്തിൽ പുഷ്പൻ പറയുന്നുണ്ട്, പൊരുതുവാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുവത്വം? എനിക്കുറപ്പുണ്ട് ഞങ്ങൾ സ്വപ്നം കണ്ട ഒരു കാലം വരുമെന്ന്. അവരെൻ്റെ വാക്കുകൾ സംഗീതമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലം ഉറപ്പായും വരും എന്ന ശുഭപ്രതീക്ഷ പകർന്നു നൽകിയ കരുത്തിൻ്റെ അടിത്തറയിലാണ് 3 പതിറ്റാണ്ടും പുഷ്പൻ തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. ഇന്നലെ പുഷ്പൻ എന്നേക്കുമായി മരണത്തെ പരാജയപ്പെടുത്തിയ ദിവസമാണ്. കാലത്തിൻ്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത അഗ്നിസാന്നിധ്യമായി പുഷ്പൻ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഇനി എക്കാലവും ഉണ്ടാവും എന്നതിൻ്റെ സമഗ്രമായ സാക്ഷ്യമാണ് അദ്ദേഹത്തിന് നൽകിയ വിട. പുഷ്പൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.